മുത്തുമിടാൻ വരികയാണ് രാജരാജ പെരുമാൾ പാമ്പാടി രാജൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സി.പി. ഷാജി മുഹമ്മദ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം കടന്നു പോവുകയാണ്. നിങ്ങൾ ഒരു വർഷമായി, ഒരു വയസ്സായി അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ആത്മവേദനകളും നമ്മുടെ കോവിഡിന് ശേഷം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു താളം തെറ്റുന്നു. ജോലിയായാലും സാമ്പത്തിക രംഗങ്ങളിൽ എല്ലായിടത്തും ആ ഒരു താളം തെറ്റിൽ നടക്കുന്നു. അങ്ങനെ ആ ഒരു വർഷം കടന്നു പോകുമ്പോൾ ഇനിയുള്ള വർഷം നന്മയുടെയും നല്ലതിൻ്റെയും ഐശ്വര്യപൂർണ്ണമാർന്ന ഒരു ദിവസമായി മാറട്ടെ എന്ന് തന്നെ ഞാൻ ആദ്യം നിങ്ങൾക്ക് എല്ലാവരോടും, എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളായ നിങ്ങൾ ഓരോ മനസ്സിനോടും പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ സമയം എന്നെ കഴിഞ്ഞ ഒരു വർഷം പിടിച്ചു നിർത്തിയത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ശബ്ദമാണ്. പല വേദികളിലും വ്യത്യസ്തമായ രീതികളിലൂടെ ജനങ്ങളിലേക്ക് എൻ്റെ ശബ്ദം ഒരു സമ്പാദിക്കുന്ന ഒരു തരത്തിലേക്ക്, ഈ അനൗൺസ്മെൻറ്റ് പറയുന്ന ഒരു കലയാണ്. അനൗൺസ്മെൻറ്റിനൊരു തലമുണ്ടായിരുന്നു. എന്നാൽ ആ അനൗൺസ്മെൻറ്റിൻ്റെ തലത്തിൽ നിന്നും മാറി മറ്റൊരു തലത്തിലേക്ക് ഞാൻ എൻ്റെ ശബ്ദത്തെയും ആ പ്രവർത്തനങ്ങളെയും മാറ്റിമറിച്ച ഒരു വർഷം. ഒത്തിരി വേദികളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടുകൂടി ഞാൻ പ്രവർത്തിക്കുകയും ഒത്തിരി നല്ല നന്മ മനസ്സുകൾ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ആ വ്യത്യസ്തമായ ഒരു വീഡിയോ മാത്രമാണ് ഇന്ന് ഈ ദിവസം ഈ 2024 വിട പറയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഏതാണ്ട് 3 മാസം കൊണ്ട് 1008ഓളം പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം ചേർന്നു. ഇനി കുറേ സമയം വേണം. ആ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കൃത്യമായി കാണണം, ലൈക്ക് ചെയ്യണം, മറക്കരുത്. കുറച്ച് നാൾ കൂടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥയോടെ എന്നോടൊപ്പം ചേരുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷം പ്രിയപ്പെട്ടവരുടെ മുന്നിലേക്ക് എൻ്റെ ശബ്ദത്തിൽ അവതരിപ്പിച്ച ആ അനൗൺസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അവതരണത്തിൻ്റെ ആ പല മേഖലകളിലും എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെയും കുറച്ച് വീഡിയോ. ആദ്യം തന്നെ ചേട്ടന്റെ ശബ്ദത്തിൽ എനിക്ക് തന്ന സ്വാഗതത്തിന് ഒരുപാട് ചടുലമായ അനർഗള നിർഗളം മലയാള ഭാഷയെ അമ്മാനമാടിക്കൊണ്ടാണ് അദ്ദേഹം വളരെ സ്ഫുടതയോടെയും വ്യക്തതയോടെയും കലാമൂല്യത്തോടെയും സാഹിത്യ വാക്കുകളൊക്കെ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സാജൻ പള്ളുരുത്തി ചേട്ടനെ ഓർത്തു. ആ ഒരു സ്റ്റൈലേക്ക് ഉണ്ട്, നല്ല ശബ്ദം. ഞാൻ അതുപോലെ ഷായിച്ചേട്ടൻ ഞങ്ങളുടെ തകർത്താടുകയാണ് അല്ലേ. എല്ലാ വേദിയിലും ഷായിച്ചേട്ടൻ നല്ല കയ്യടിമേടിച്ച് കഴിഞ്ഞ സമയം ഞങ്ങളോട് പ്രോഗ്രാം നടത്തിയപ്പോൾ അടിപൊളിയായിട്ട് അവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അല്ലേ. നാട്ടിൻപുറത്തെ കാഴ്ചകൾ ഇപ്പൊ നമ്മളൊക്കെ ചെറിയ എവിടെയൊക്കെ പ്രോഗ്രാം പോകുമ്പോൾ ചെറിയ കുറിപ്പണി കൊടുക്കും. കുറിപ്പ് ജസ്റ്റ് നോക്കിയിട്ട് മാറ്റിക്കളഞ്ഞിട്ട് വേറെ നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കും അവതരിപ്പിക്കുന്നത് അല്ലെ. ഇവിടെയൊക്കെ നാട്ടിൻപുറത്തെ കാര്യങ്ങൾ വിദഗ്ധമായിട്ട് എനിക്ക് 1 മാസം മുമ്പ് ഇവിടെ വന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവുന്നേ പ്രതീക്ഷിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുന്ന സാഹിത്യം. അടുത്തതായി ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തി ബഹുമാനപ്പെട്ട കുഞ്ഞുങ്ങൾ ക്ഷണിക്കുന്നതായിരിക്കും നല്ലത്. ആ വ്യക്തിയെ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെങ്കിൽ നല്ലൊരു കൈയ്യടി കൊടുക്കൽ കിട്ടും. കണ്ടില്ലല്ലോ. കേരളത്തിൽ വികസിതമായി ദൈവമാകുന്ന നിർമ്മിതത്തേക്കാൾ കേരളത്തിൽ അമ്മയുടെ ഈ ശ്രീ അനന്ത ശൈലേശ്വര ഭഗവാന്റെ പൊന്നിടമ്പ ആകാശത്തെ മുത്തുമിടാൻ വരികയാണ് രാജരാജ പെരുമാൾ.
പെരുമാൾ പാമ്പാടി രാജൻ ദാ വരികയാണ്. സന്മാർഗ സന്തായ ശ്രീ അനന്ത ശനീശ്വര ഭഗവാന്റെ പൊന്തിടമ്പ ആകാശത്തെ മുത്തമിടാൻ മാനക്കേരളത്തിന്റെ രാജാതിരാജൻ രാജരാജ ഭ്രൗതിയുടെ കാവലാൽ ശ്രീനാരായണ വിലാസം ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ തിരുസന്നിധിയിലെ കൊടിമര ഘോഷയാത്ര. നമ്മുടെ ഗ്രാമം മുഹമ്മയിലെ അമ്മമാർ, സഹോദരിമാർ, പൊന്നു മക്കൾ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ. ഭക്തിയോടൊപ്പം പ്രാർത്ഥനകളോടൊപ്പം താളം പിടിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിലെ അമ്മമാർ ഒരേ മനസ്സോടെ ചാരം സംഘം മഹാദേവിയുടെ തിരുസന്നിധിയിലേക്ക് ഗജവീരന്മാരെ സ്വീകരിച്ച ചടങ്ങുകളിൽ ഈ ഗ്രാമത്തിലെ പുരുഷാരും ഒരേ മനസ്സോടുകൂടിയാണ് പങ്കെടുത്ത് പങ്കുചേരുമ്പോൾ മഹാദേവിയുടെ പൊൻതിളമ്പ ആകാശത്ത് മുത്തമിടാൻ കേരളത്തിന്റെ ഗജഭീമൻ, അതെ, നൂറുകണക്കിന് ഗജവീരന്മാരുള്ള നാടാണ് പൂരങ്ങളുടെ നാടായ കേരളം. ആ പൂരങ്ങളുടെ നാടായ കേരളത്തിന് മുന്നിൽ ഇടപാടുകളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നവർ, അതെ, ഒന്നുകൂടി ഓർമ്മിക്കുക, നൂറുകണക്കിന് ആനകളിൽ ഇടപാടുകളിൽ 4ാം പൂരമായ പാർലമിക പൂരത്തിൽ പങ്കെടുത്ത് വടക്കൻ കേരളത്തിലെ പൂരങ്ങളിലും വേലകളിലും പങ്കെടുത്ത ഏർനാടിന് മണ്ണിൽ നിന്നും എരുമയിൽ പേട്ടതുള്ളിൽ പങ്കെടുത്ത ആലപ്പുഴയുടെ സ്വന്തം ഗജവീരൻ ഉളവാക്കൽ പാർത്ത അമ്മയുടെ തിരുസന്നിധിയിലെ ആകാട്ടും ആയിരക്കണക്കിന് ഭക്തമനസ്സുകളോടൊപ്പം ഏറ്റവും മുന്നിൽ വിഘ്നേശ്വരപദാവിന്റെ വെള്ളം, അതിന് തൊട്ടുമുന്നിൽ കേരളത്തിലെ തലവാരത്തില വേമ്പനാട് കായലിന്റെ കുഞ്ഞോളങ്ങൾ തടുകി നിന്ന ആ ചെറുകാറ്റുകൾ മീനമാസത്തിലെ കൊടുംചൂട് പോലും മാറ്റിമറിച്ചുകൊണ്ട് ഈ പൂജവിളി എന്ന ഗ്രാമ സംസ്കൃതിയുടെ ഹൃദയതാളങ്ങളിലേക്ക് ഒരു ഇളം കാറ്റിന്റെ തലോടലായി അമ്മതൻ സൈന്യം ആവാഹിച്ചെടുത്ത പൊൻകിടം വെക്കുന്നത് ബീഹാറിലെ കൊടുങ്കാട്ടിൽ പിറവിയെടുത്ത പൂരങ്ങളുടെ നാട് കേരളത്തിന്റെ മണ്ണിൽ ഈ കരനാട്ടിൽ കരപ്രദേശത്ത് വന്ന എൻ്റെ ശബ്ദവും എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെയൊക്കെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും ഈ വീഡിയോ ഉൾപ്പെടെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളോട് ഈ ചാനലിനെ കുറിച്ച് പറയണം, അവരെയും കൂടി ചേർക്കാൻ ശ്രമിക്കുമല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വരുന്ന ദിവസങ്ങൾ, വരുന്ന വർഷം, വരുന്ന സമയങ്ങൾ ജഗദീശ്വരൻ്റെ അനുഗ്രഹത്താൽ ഐശ്വര്യപൂർണ്ണമായി തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം CP ഷാജി.